ഹലോ, വെൽക്കം ടു നമ്മുടെ ചാനൽ. ഇന്ന് രാവിലെ തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും വയ്ക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നലെ രാത്രി വരുമ്പോഴേ ചേട്ടൻ ചിക്കനൊക്കെ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ മോളോട് ചോദിച്ചപ്പോൾ മോൾക്ക് ഇഷ്ടം, പിന്നെ അവളെല്ലാ മീനൊന്നും കഴിക്കില്ല, അവൾക്കങ്ങനെ മീനൊന്നും അധികം ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ എന്തായാലും ചിക്കനൊക്കെ ഇഷ്ടം. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി അത് പിന്നെ അവൾക്ക് ഇഷ്ടം കേട്ടോ. ബിരിയാണീനേക്കാളും ഇഷ്ടം നെയ്ച്ചോറാണ്. നമ്മൾക്കിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. എന്നാലും മസാലയൊക്കെ എപ്പോഴും നല്ലതിൽ വയറ്റിയാലാണ് നന്നാവുക കേട്ടോ. ഈ പച്ചച്ചോയൊക്കെ എടുക്കും, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ എരിവിനനുസരിച്ചിട്ട് ഇടണം കേട്ടോ. ചിക്കൻ ഇന്നലെ രാത്രി കൊടുന്ന കാരണം ഞാൻ അപ്പം തന്നെ അത് നന്നാക്കി നല്ലതിൽ ക്ലീൻ ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ ഫ്രിഡ്ജിലേക്ക്. അതാണ് ആ ചിക്കൻ ഇടുമ്പോൾ കളറ്, മഞ്ഞ കളറ്. ചിക്കനിൽ ഒഴിക്കാനുള്ള ചൂടുവെള്ളം വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് എന്തായാലും ഒഴിക്കാം. എന്തായാലും ഇത് തിളച്ച് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറ് നോക്കാം കേട്ടോ. നെയ്ച്ചോറ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ ഇങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അടി പിടിച്ചോട്ടോ. കുറേയൊക്കെ അരയ്ക്കും, പിന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങളിങ്ങനെയാണോ നെയ്ച്ചോറ് ഉണ്ടാക്കുക ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ. അങ്ങനെയാണെന്ന് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പം മുന്തിരി മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ പിന്നെ ഈ പട്ട അങ്ങനത്തെ വലിയ മസാലയുടെ പട്ട പറയാൻ പോകുക അങ്ങനത്തെയൊക്കെ കുറച്ചേച്ച എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. നെയ്യ് ഇതൊക്കെ അരി കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ചേച്ച ഉണ്ടാക്കി കൊടുക്കാമല്ലോ, അവർക്ക് എപ്പോഴെങ്കിലും വേണമെന്ന് വെച്ചാൽ. നമ്മളെ ചാനലൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും നെയ്ച്ചോറും ചിക്കൻ കറിയും അടുപ്പത്ത് ചിക്കൻ കറി ആവുന്നുണ്ട് കേട്ടോ. ചേട്ടന് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ രാവിലെ തന്നെ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ വെള്ളം കറക്റ്റ് നെയ്ച്ചോറിന് അറിയില്ല, അതുകൊണ്ട് അരി എടുക്കണതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം കേട്ടോ. 2 ഗ്ലാസ് ആണെങ്കിൽ 4 ഗ്ലാസ് വെള്ളവും. നമുക്ക് ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇഷ്ടമായ ലൈക്ക് കേട്ടോ.